ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാനേ പെരിയ കനാലിൽ നിന്നും പവർ ഹൗസ് വരെ പോകുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാൻ കാരണം കൂടുതലും നമ്മുടെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ പവർ ഹൗസിൽ നിന്നും സൂര്യനെല്ലിയിലേക്ക് എങ്ങനെയാണ് തിരിഞ്ഞ് പോകേണ്ടതെന്നാണ് ചോദിക്കാറ്. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിയാണ്. ഇപ്പോൾ പൂപ്പാറയിൽ നിന്നും നമ്മൾ വരുമ്പോൾ ഈ വഴിയാണ് നമ്മൾ വരുന്നത്. NH85 ആണ് കേട്ടോ ഈ റോഡ്. അതിമനോഹരമായ റോഡാണേ. അപ്പം നമുക്കിത് ഈ വഴി മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതാ മേളിലൊക്കെ കാണുന്ന റിസോർട്ടുകളാണ്. നമ്മൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വഴിയാണ് കേട്ടോ. ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല മനസ്സിന് ആസ്വാദകരമായ വ്യൂസാണ് നമുക്ക് കാണാൻ കഴിയുക. ആ വഴിയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരു ബെൻഡുണ്ട്, നമ്മൾ അങ്ങ് തിരിഞ്ഞാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പം മിക്കവാറും മഴയൊക്കെ പെയ്തതിൻ്റെ അടുത്ത ദിവസം നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ് ഇവിടെ. ഈ വഴിയിൽ പോകുമ്പോൾ നല്ല കോടമഞ്ഞായിരിക്കും. അപ്പോൾ അറിയാത്ത ആളുകൾ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും രാത്രിയൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ കോടമഞ്ഞുള്ള സമയത്ത്. അപ്പോൾ ഈ വഴി വരുമ്പോൾ കോടമഞ്ഞ് ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലൊരു വഴിയും കൂടെയാണ് കേട്ടോ ഇത്. നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിസുന്ദരമായ വഴിയിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടീ പ്ലാന്റേഷൻ്റെ വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഇതാ കാണുന്ന ഒരു വ്യൂ പോയിൻ്റാണ്. സഞ്ചാരികളൊക്കെ വന്ന് ഇവിടെ നിർത്തി വ്യൂസ് നല്ല രീതിക്ക് പകർത്തുവാനും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് പെരിയ വ്യൂ പോയിൻ്റ് എന്ന് പറയും. ഇതാണല്ലോ, ഒത്തിരി ആളുകൾ സീസൺ ടൈമുകളിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളിങ്ങനെ അവിടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവിശാലമായ റോഡാണ്. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ഈ റോട്ടിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മൂന്നാറിൽ നിന്ന് ബോഡിമെട്ട് വരെ അതിമനോഹരമായ റോഡാണ് കേട്ടോ. ഈ വഴി കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാതയാണ് കേട്ടോ. നമ്മളിങ്ങനെ വഴിയിലെ ദൃശ്യങ്ങളൊക്കെ ആസ്വദിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് കാണുന്ന സ്ഥലമാണ് പവർ ഹൗസ് എന്ന് പറയുന്ന സ്ഥലം. അവിടെ നിന്നാണ് നമുക്ക് സൂര്യനെല്ലിയിലേക്ക് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ. നമ്മളങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വഴി അതിമനോഹരമാണ് കേട്ടോ. ഇതാ കാണുന്നതാണ് ക്ലബ് മഹേന്ദ്ര റിസോർട്ട്. മൂന്നാറിലെ ഒരു 5 സ്റ്റാർ കാറ്റഗറി റിസോർട്ടാണ് ക്ലബ് മഹേന്ദ്ര റിസോർട്ട്. ഇവിടെ ഒത്തിരി റിസോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതാ മേളിൽ കാണുന്നത് അയർ കൗണ്ടി റിസോർട്ടാണ്. അപ്പോൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റിസോർട്ടുകളൊക്കെ ചൂസ് ചെയ്യാൻ കഴിയും. നല്ല ഭംഗിയാർന്ന വ്യൂസ് ഉള്ള ഒരു സ്ഥലത്താണ് റിസോർട്ടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല ദൃശ്യങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ലവേഴ്സിന് നല്ലൊരു സ്ഥലമാണ് ഈ കാണുന്നത്. ഈ വഴി സഞ്ചരിക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാർന്ന വ്യൂസൊക്കെ കണ്ട് പോകാൻ നമുക്ക് സാധിക്കും. നമ്മൾ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ കാണുന്നതാണ് അയർ കൗണ്ടി റിസോർട്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ എൻട്രൻസ് ഈ ഏരിയയിൽ നിന്നാണ് വരുന്നത് കേട്ടോ. ഇവിടെ കുറച്ച് ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അടുത്ത് തന്നെ ജോയ്സ് റിസോർട്ട് എന്ന റിസോർട്ട് കാണാൻ കഴിയും. അതിൻ്റെ എൻട്രൻസാണ് ഇവിടെ. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ടുള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ സൂര്യനെല്ലിക്ക് തിരിഞ്ഞ് പോകുന്ന സ്ഥലം കേട്ടോ. നല്ല മനോഹരമായ ദൃശ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മളിങ്ങനെ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, ഇതാ കാണുന്നതാണ് പെരിയ വാട്ടർഫാൾസ് കേട്ടോ. കുറച്ച് മുന്നോട്ട് പോയാൽ ആ വാട്ടർഫാൾസിൻ്റെ അടുത്ത് ചെല്ലാം. അപ്പം നമുക്ക് ദാ ആരോ കാണുന്ന അങ്ങോട്ടാണ് കയറി പോകേണ്ടത്. സൂര്യനെല്ലിക്ക് പോകുന്ന റോഡാണ് അങ്ങോട്ട് കയറി പോകേണ്ടത് കേട്ടോ. 2 ബസ് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബസ്സിൻ്റെ അടുത്തുനിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. ക്ലബ് മഹേന്ദ്ര റിസോർട്ട്, സ്റ്റെർലിംഗ് റിസോർട്ട്, അങ്ങനെ എല്ലാം ഈ വഴിയിലൂടെ വേണം നമുക്ക് കയറി പോകാൻ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ റോഡും കൂടിയുണ്ട്. ജസ്റ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ മതി. നമുക്ക് ഈ വഴിയിലൂടെ ഇങ്ങോട്ട് കയറാം കേട്ടോ. ഇതാണ് സൂര്യനെല്ലിക്ക് പോകുന്ന റൂട്ടിലേക്ക് നമ്മൾ കയറുന്നത്. നമ്മൾ മുകളിലേക്ക് കയറി വരികയാണ്. സൂര്യനെല്ലിക്ക് പോകാനുള്ള റോഡാണിത് കേട്ടോ. കൊഴുക്കുമല ഒക്കെ പോകണമെങ്കിൽ ഈ വഴിയിലൂടെ വേണം നമുക്ക് പോകാൻ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ റോഡ് കുറച്ച് മോശമാണ്. എന്നാലും ഈ വഴി വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ. സ്കൂൾ ബസ് പോകുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഈ വഴി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് സൂര്യനെല്ലിക്ക് പോകുന്ന വഴി.